audience. Welcome back to Arcanets. Okay, so നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മളെ പ്ലസ് ടു മക്കൾക്ക് വേണ്ടിയാണ് സാർ എന്ത് വേണ്ടിട്ടാ പ്ലസ് ടു മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് 50 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാണ് ഫിസിക്സിൽ. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട 50 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി? ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മൂവ് ചെയ്യാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് ആണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, അടുത്തത് കൂളംസ് ലോ. ആ ലോ പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഡൈപോൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമുക്ക് ഗോസസ് ലോ ആൻഡ് അപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്. ഗോസസ് ലോയും അതിന്റെ ഇക്വേഷനും പഠിച്ചു വെച്ചോളൂ. അതിന്റെ അപ്ലിക്കേഷൻ പഠിക്കുക. അപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചാപ്റ്ററിൽ നമ്മൾ മൂവ് ചെയ്യണം. അടുത്ത ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇക്വേഷൻ നോക്കണം, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. ഡൈപോൾ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെറിവേഷൻ നോക്കാനുണ്ട്. ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് ഡെഫിനേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2-3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡൈപോളിന്റെ കേസ് നമുക്ക് ഇവിടെയും പറയാം. ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ട് ഡെറിവേഷൻ നമ്മൾ ചാർജസ് ആൻഡ് ഫീൽഡിൽ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാനുള്ളതാണ് പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. അത് പഠിച്ചാൽ നമ്മൾ നേരെ കണക്ട് ചെയ്ത് എങ്ങോട്ട് പോകും? നമ്മുടെ കപ്പാസിറ്റർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. ഓക്കെ, സോ കപ്പാസിറ്റർ പഠിക്കുക, കപ്പാസിറ്റൻസ് പഠിക്കുക, പ്രിൻസിപ്പിൾ പഠിക്കുക, അതിന്റെ കോമ്പിനേഷനും അതിന്റെ ഇക്വേഷനും പ്രോബ്ലവും നോക്കി വെച്ചോളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. പോയിന്റുകളെ കാണുന്നുള്ളൂ. പോയിന്റ് കണ്ട് നിങ്ങൾ നോക്കണ്ട, തെറ്റിദ്ധരിക്കണ്ട. പ്രധാനപ്പെട്ട ചാപ്റ്റർ, വളരെ ആ 4 പോയിന്റ് പറഞ്ഞാൽ ഗടാഗടി ചാപ്റ്റർ ആണ്. ഗടാഗടി പോയിന്റ് ആണ്. കോൺസെപ്റ്റുകളുള്ള ചാപ്റ്റർ. ഓക്കെ, അടുത്ത ഫസ്റ്റ് എന്താണ് നമുക്ക് ഓംസ് ലോ ആൻഡ് റെസിസ്റ്റിവിറ്റി. പ്രോബ്ലംസ് ചോദിക്കാം, കോൺസെപ്റ്റുകൾ ചോദിക്കാം, ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാവുന്ന ഒരു ടോപ്പിക്. അടുത്താണ് പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. ഇതൊക്കെ ചോദിക്കാം. കറണ്ടുമായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലേഷൻ നമ്മോട് എന്ത് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് കിർച്ചോഫ്സ് റൂൾ ആണ്. രണ്ട് റൂൾ അറിയാലോ. തീർച്ചയായിട്ടും. അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ഏതാ? വീസ്റ്റോൺ ബ്രിഡ്ജ്. ഈ ചാപ്റ്ററിനകത്ത് ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ അതെന്തായിട്ട് ചോദിക്കാം? പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, ബാലൻസിംഗ് ഇക്വേഷനും ചോദിക്കാം അല്ലെ? സർക്യൂട്ട് നല്ല അടിപൊളിയായിട്ട് വരച്ച് ഡിറൈവ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാം. റെഡി? അടുത്ത നമ്മൾ പോകുന്നതാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഏതാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ്? ലോറൻസ് ഫോഴ്സ്. പഠിച്ചു വെക്കുക. ഇക്വേഷൻ ആവശ്യം നമുക്ക്. ലോറൻസ് ഫോഴ്സ് എന്താണുള്ള കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക, ഇക്വേഷനും പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് എന്താണുള്ളത്? മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഓരോ ചാർജ് പാർട്ടിക്കിൾ മോഷൻ, സർക്കുലർ മോഷനും ഹെലിക്കൽ മോഷനും സ്ട്രെയിറ്റ് ലൈൻ മോഷനും ഒക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ? പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ലോ തീർച്ചയായിട്ടും ഇക്വേഷൻ പഠിച്ചു വെച്ചുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്ത് സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഒരു സർക്കുലർ ലൂപ്പ് എടുത്ത് ഒരു പോയിന്റ് ഒക്കെ എടുത്ത് അവിടേക്ക് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെ കുറെ സാധനം കള്ളിക്ക് വരച്ച് ചെയ്യല്ലേ? പഠിച്ചു വെച്ചോളാം. അടിപൊളിയായിട്ട് ഫിഗർ ഒക്കെ വരച്ച് ഫിഗറിന് സെപ്പറേറ്റ് എന്തുണ്ട് മാഷേ? മാർക്ക് ഉണ്ട്. ഫിഗറിന് സെപ്പറേറ്റ് മാർക്ക് ചോദിക്കും. ഓക്കെ, അടുത്ത് സർക്യൂട്ടൽ ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും ഗോസസ് ലോ ആൻഡ് അപ്ലിക്കേഷൻ പറയുന്നത് പോലെ തന്നെ ഇവിടെ എന്താണ്? സർക്യൂട്ടൽ ലോ ആൻഡ് അപ്ലിക്കേഷൻ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകും. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് പക്ഷേ അടുത്ത ചാപ്റ്റർ 3 പോയിന്റുകൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉറപ്പായിട്ടും പഠിച്ചു പോകും. അടുത്ത് സോളിനോയിഡ് ആൻഡ് പാരലൽ കണ്ടക്ടർ ആണ്. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഒരു ടോപ്പിക് തന്നെയാണ്. അത് വോൾട്ട്മീറ്റർ ആയി കൺവേർട്ട് ചെയ്യാനും അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും എഴുതാനും ചോദിക്കാറുണ്ട്. അതേപോലെ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോളാം. അടുത്തേതാണ് നമുക്കുള്ളത്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഈ 3 ആൾക്കാരുടെ ബോക്സ് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളാം. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. 1 വേർഡ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ചെറിയ ചാപ്റ്ററും കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നു. അടുത്തേതാണ് പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളിൽ ഒന്നാമത്തെ ആള് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് നിങ്ങൾ ഈ ചാപ്റ്റർ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാരഡൈസ് ലോ പഠിച്ചു വെച്ചോളാം. ഡെഫിനിഷൻ ചോദിക്കും. ഓക്കെ,
റെഡി. അടുത്ത് ചെറിയൊരു സംഭവമാണ്, പക്ഷെ എന്നാലും ചോദിച്ച് കണ്ടുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്താണ്. മോഷണൽ ഡെറിവേഷൻ പഠിച്ചു നോക്കണം. ചെറിയ ഡെറിവേഷൻ ആണ്, ഫിഗറിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠിച്ചു നോക്കുക. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അടുത്ത മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോആക്സിയൽ സോളിനോയിഡ് ചോദിക്കാറുണ്ട്. അവസാനം നമ്മൾ ആരാളുള്ളത്, AC ജനറേറ്റർ, അതും അതിന്റെ EMFന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചു. അവിടെ നിന്നാണ് നമ്മൾ AC-ലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെ. AC ജനറേറ്ററിൽ AC ഉണ്ടാകും, അങ്ങനെ നമ്മൾ AC ചാപ്റ്റർ പഠിക്കാം. അപ്പൊ AC നമ്മൾ ആർക്കൊക്കെ കൊടുക്കും, ആദ്യം റെസിസ്റ്ററിന് കണക്ട് കൊടുക്കും, പിന്നെ ഇൻഡക്ടറിന് കണക്ട് ചെയ്യും, പിന്നെ കപ്പാസിറ്ററിന് കണക്ട് ചെയ്യും, സർക്യൂട്ട് ഓർത്ത് വെക്കുക, ഡെറിവേഷൻ ഓർത്ത് വെക്കുക. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കപ്പാസിറ്ററും ഇൻഡക്ടറും പഠിച്ചു നോക്കുക. റെസിസ്റ്റർ കോമൺലി ചോദിക്കാറില്ല, പക്ഷെ ഇൻഡക്ടറും കപ്പാസിറ്ററും ചോദിക്കും. ഓക്കെ, പിന്നെ അതിന്റെ ഫേസർ കൂടെ തന്നെ അതിന്റെ ഫേസർ ഡയഗ്രം പഠിച്ചു നോക്കുക. പിന്നെ നമുക്ക് ഈ മൂന്നാളുടെ കോമ്പിനേഷൻ LCR സീരീസ് സർക്യൂട്ട്. സാർ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും അത് LCR തന്നെയാണെന്ന് പറയേണ്ടി വരും, വേറെ ഒരു ഓപ്ഷൻ അതിനകത്തില്ല. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനത്, RMS വോൾട്ടേജും RMS കറണ്ടും പഠിക്കാറുണ്ട്, ഓർത്ത് വെക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് എന്താണുള്ളത്, പവർ LCR സർക്യൂട്ട്, പവർ ഫാക്ടർ ഓഫ് പവറിന്റെ ഇക്വേഷൻ അല്ലേ, VI cos phi എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക. പിന്നെ അടുത്ത് ട്രാൻസ്ഫോമർ, പ്രധാനപ്പെട്ട പോയിന്റ്. ട്രാൻസ്ഫോമർ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ഓക്കെ, റെഡി അല്ലേ? നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പോകുന്നു, ചെറിയ കുഞ്ഞി ചാപ്റ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതിന്റെ ഈ രണ്ട് സാധനം പഠിച്ചാൽ നമുക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. EM സ്പെക്ട്രം അതിന്റെ യൂസും പഠിച്ചു നോക്കുക അല്ലെ, ഏതൊക്കെ സ്പെക്ട്രം എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു നോക്കുക. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്നും അതെങ്ങനെ ഉണ്ടായി അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു നോക്കുക, ഇക്വേഷൻ പഠിച്ചു നോക്കുക. ചെറിയ ചാപ്റ്റർ ആ രണ്ടെണ്ണം പഠിച്ചാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ അതിലൊരു സംശയം വേണ്ട. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പോവാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, ദ കിങ് എന്ന് പറയാം. ഓക്കെ, സോ രാജാവാണ്. സോ രാജാവിന്റെ അടുത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ രാജാവിന്റെ അടുത്ത് ലോ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ചു വെച്ചോളാം. പിന്നെ അതിന്റെ ബേസിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്ത് പഠിക്കുന്നുണ്ട്, മിറർ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സ്പെരിക്കൽ മിറേഴ്സിൽ മിറർ ഇക്വേഷൻ നമ്മൾ പഠിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, സിംഗിൾ സ്പെറിക്കൽ സർഫസ് അല്ലെ, ഒരു സിംഗിൾ സ്പെരിക്കൽ സർഫസിന്റെ അകത്ത് ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ ഇക്വേഷൻ നമുക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അതുവഴി നമ്മൾ എങ്ങോട്ടേക്ക് പോകും, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് തന്നെയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലെ? പിന്നെ നമുക്ക് അവിടെ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രിസം അല്ലെ, പ്രിസത്തിന്റെ അകത്ത് ID കർവ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രിസത്തിന്റെ ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നിങ്ങൾ പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു അവസാനത്തെ ചാപ്റ്ററിലേക്ക്, വേവ് ഒപ്റ്റിക്സ് അല്ലെ. വേവ് ഒപ്റ്റിക്സ് നമുക്കറിയാം, നമുക്ക് ഹൈജൻസ് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ആ ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നമ്മൾ പ്രൂവ് ചെയ്യാം. റിഫ്ലക്ഷനിൽ ഒന്നുമില്ല, വെറുതെ ഒരു ഫിഗർ വരച്ചു ഒരു 3 സെന്റൻസ് ചെയ്താൽ ഡെറിവേഷൻ ആയി. ഓക്കെ, അതുകൊണ്ട് ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചൂടാ. റെഡി അല്ലേ? പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, YDSC എന്നുകൊണ്ട് നമ്മള് ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ, YDSC, യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിക്കാറുണ്ട്. അതേപോലെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിക്കാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഇന്റർഫറൻസും അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ. ഇന്റർഫറൻസും അതിന്റെ ടൈപ്പും പഠിച്ചു വെക്കുക, ഡിഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു വെക്കുക. ആൻഡ് അവസാനമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പോളറൈസേഷൻ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് എന്ത്, മാലൂസ് ലോ അല്ലെങ്കിൽ മാളൂസ് ലോ എന്ന് വിളിക്കുന്ന സാധനം അല്ലെ. മാലൂസ് ലോ അല്ലെങ്കിൽ മാളൂസ് ലോ. ഓക്കെ, അപ്പൊ ഇത്രയും 50 പോയിന്റ്സ് അല്ലെ. ഈ പറഞ്ഞ 50 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാൻ. ഞാൻ പറഞ്ഞ പഠിച്ചതിന് ശേഷം മാത്രം മറ്റു ടോപ്പിക്കുകൾ പഠിച്ചു. ഡബിൾ കൺഫർമേഷൻ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ 50 പോയിന്റുകൾ പഠിച്ചു എന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് കയറുക. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് നല്ല പോലെ പെർഫോം ചെയ്യാൻ സാധിക്കും. റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ലൈവ് സെഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും, മാരത്തോൺ ഉണ്ടാവും, അതേപോലെ ബൂസ്റ്റർ സീരീസ് രാവിലെ ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും മിസ് ചെയ്യാതെ ജോയിൻ ചെയ്യാം. എല്ലാ ടോപ്പിക്കുകളും കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഡെറിവേഷൻസ് വേറെ, അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് നിങ്ങൾ മാത്രം വന്നാൽ പോരാ, അവരുടെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടിയിട്ട് വരണം. ഓക്കെ, ഫ്രണ്ട്സിനെ ഒക്കെ അറിയിക്കുക. എല്ലാ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കൂട്ടി വന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തകർത്ത് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ കോണ്ടന്റ് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. സോ എല്ലാവർക്കും ബൈ.